ഹായ്, ഇന്ന് ഞാൻ ദേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ടൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിന് നമുക്കിവിടെ വേണ്ടത് വെളുത്തുള്ളിയും പുളിയും അല്പം മുളക് പൊടിയും ഉണ്ടെങ്കിൽ മതി. ഞാൻ ദേ ഇവിടെ വെളുത്തുള്ളി ചതച്ച് വെച്ചു. ഇനി നമുക്കത് ഉണ്ടാക്കാനുള്ളൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് 1 സ്പൂൺ മുളക് പൊടി ഇട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് മുളക് പൊടി ചൂടാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം മുളക് പൊടി കരിയാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളിതേ മുളക് പൊടി ഒന്ന് ജസ്റ്റ് ചൂടായി കഴിയുമ്പം നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർക്കണം. അന്നേരം അത് ചേർക്കുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ചൂടിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നമ്മൾ ഇതായി കഴിയുമ്പോൾ നമ്മളിനി അതിനകത്തേക്ക് 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരല്പം മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ആ പുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നീര് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് സ്റ്റൗ ഓഫാട്ടോ, ഓണല്ല. അപ്പോൾ ആ ചൂട് വേണം, നമ്മൾ ആ ചൂടോടുകൂടി വേണം നമ്മൾ ഇതിനകത്തേക്ക് അതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അത് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച ശേഷമാണ് ഇനിയാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളിത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മളതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ആ വെളിച്ചെണ്ണ ചൂടത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ആ വെളുത്തുള്ളി ഒന്ന് വഴറ്റി വരണം. കാരണം പച്ചയോട് കൂടിയാണ് വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് ഒന്ന് വെളുത്തുള്ളി വഴറ്റണയിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒന്ന് വഴറ്റി വന്നു കഴിയുമ്പം ഒരു ചെറിയ സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അന്നേരം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഏകദേശം ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ആട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. നല്ല സൂപ്പറായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.